ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇറച്ചി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും അതോടൊപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. അപ്പോൾ അത് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി, ഓവർ അരയാൻ പാടില്ല. ഇനി ഒരു മസാലൻ്റെ മിക്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇവയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ബീഫ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇറച്ചി കേക്കിൻ്റെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഇറച്ചി കേക്കിലേക്കുള്ള ബാറ്ററാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇറച്ചി കേക്കിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കുരുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് പാലും ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേമാതിരി ഈ ഒരു മിക്സ് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി അതൊന്നും പാടെ ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് ആ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇറച്ചി കേക്കിലുള്ള മസാല ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും എത്തും വിധം വേണം മിക്സ് ചെയ്യാൻ. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഒരു സോസ് പാനിൽ വെച്ചിട്ടാണ്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വേണം ഇത് ഒഴിക്കാൻ. എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുവിധം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിക്കണം. ഇനി വെന്ത് വന്നിക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഫോർക്ക് എന്തെങ്കിലും ആയിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതെവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചി കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റും നല്ലൊക്കെ ഉണ്ട്, ഉള്ളിലൊക്കെ നല്ല വന്നിക്കണ്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും വീട്ടിലുണ്ടാക്കി വെക്കണം. നോമ്പിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതായിരുന്നു ഇറച്ചി കേക്കിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.